ഞാൻ വന്ന അതേ ട്രെയിനിലാണ് തൃശ്ശൂർ എം പിയും വന്നത്. കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ എം പി ആയ ആളാണ്. ആദ്യമായിട്ട് വരുന്നൊരു എം പിയെ സ്വീകരിക്കും പോലെ BJP സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ആനയിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങളും ഘോഷങ്ങളുമെല്ലാമായി അദ്ദേഹത്തെ അവർ പുറത്തേക്ക് ആനയിച്ചത് ഞാൻ കണ്ടു. എനിക്ക് അത്ഭുതമുണ്ടായിപ്പോയി. ഒരു കൊല്ലം പ്രായമായ ഒരു എം പിക്ക് ഇത്ര ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോഴാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് സ്വന്തം വോട്ടർമാരെ കാണാനായിട്ട് ആദ്യമായിട്ട് വരാൻ സമയം കിട്ടിയത് എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ആ വരവിനെ ആഘോഷമാക്കിയത് എന്തുകൊണ്ടാണെന്ന് ആ എം പിയും ആ പാർട്ടിയും ചിന്തിക്കേണ്ടതുണ്ട്, ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിലാകെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത പാതാളം വരെ താണുപോയിരിക്കുന്നു. വോട്ട് ചോരി എന്ന് പറയുന്ന വോട്ട് മോഷണത്തിൻ്റെ കഥകൾ തെളിവ് സഹിതം പുറത്തു വരികയാണ്. മഹാരാഷ്ട്രയിലെ വോട്ടിങ്ങിലെ കൃത്രിമം, കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വൻതോതിലുള്ള വോട്ട് ചോർച്ച, വോട്ട് മോഷണം, വളച്ചൊടിക്കലുകൾ, കൃത്രിമങ്ങൾ, തൃശ്ശൂരിലെ വ്യാപകമായ BJP പ്രേരിതമായ അട്ടിമറികൾ, വോട്ടർ പട്ടികയെ തന്നിഷ്ടം പോലെ മലിനപ്പെടുത്തിയത്, ഇതെല്ലാം ഇന്നെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ എല്ലാം ഫലമായി ജനാധിപത്യത്തിൻ്റെ മൗലിക പ്രമാണങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ പുറകിലെ വർത്താനം നിർത്തുക കേട്ടോ, പുറത്തുപോയി സംസാരിക്കാം. വോട്ടിങ്ങിൻ്റെ മൗലികമായ രേഖ വോട്ടർ പട്ടികയാണ്. തിരഞ്ഞെടുപ്പിന് ഒരു ബൈബിൾ എന്നൊന്നുണ്ടെങ്കിൽ അത് വോട്ടർ പട്ടികയാണ്. അതാണ് വോട്ടിങ്ങിൻ്റെ ഖുറാനും ഗീതയും അത് തന്നെയാണ്. ആ വോട്ടർ പട്ടികയാണ് BJP ഇവിടെയും ഇവിടെയും വളരെ കൃത്യതയോടുകൂടി അട്ടിമറിച്ചിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും അതൊരു പാറ്റേണായിരുന്നു. ഇത് യാദൃച്ഛികമല്ല. ജനാധിപത്യം പോലും വേണ്ട എന്ന് പറയുന്ന പാർട്ടി സാർവത്രിക വോട്ടവകാശം തെറ്റാണ് എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രം കണ്ട് അവന് മുന്നൊക്കെ വോട്ട് കൊടുത്തിട്ട് അവരാണോ രാഷ്ട്രീയം ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു ആശയഗതി, അതിൻ്റെ എല്ലാ ഭീകരഭാവങ്ങളോടും കൂടി ഇന്ത്യയിലെ വോട്ടിംഗ് വ്യവസ്ഥയെ ഇന്ന് അട്ടിമറിക്കുകയാണ്. ഇതൊരു ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു ദേശീയ പ്രശ്നമാണ്. BJP RSS രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ എല്ലാ സ്വഭാവങ്ങളെയും ഇത് വിളിച്ചറിയിക്കുന്നുണ്ട്. ആ ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വെല്ലുവിളിയുടെ ഒരു വേദിയായി BJP തൃശ്ശൂരിനെ മാറ്റിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഗൗരവത്തോടും കൂടി അതിനെ കാണുന്നു. ജനങ്ങളിലേക്ക് ഈ വിഷയം പാർട്ടി എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ സത്യം വിജയിക്കും വരെയും അപങ്കുരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെല്ലാവരും ഇന്നലെ തൃശ്ശൂരിലെ MP യെ കണ്ടു കാണും. ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയുടെ മുമ്പിൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ പൊന്തി വന്ന വേളയിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ MP ഇത്രയും വലിയ മൗനം പാലിച്ചത്? മൗനത്തേക്കാളും വലിയ മൗനം, ശില പോലും തോൽക്കുന്ന മൗനം. ആ മൗനം തൃശ്ശൂർ MPക്ക് ഒരു ശീലമല്ല. സ്ഥാനത്തും അസ്ഥാനത്തും എന്നും പറയൽ ശീലമാക്കിയ ആ നടൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനയ പടങ്ങളെയും നമ്മളെല്ലാം കണ്ടവരാണ്. ആ നടൻ തൻ്റെ
തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഇത്തരം വിഷയങ്ങളെപ്പറ്റി പാലിച്ച കനത്ത മൗനത്തിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ പാർട്ടി ഈ അട്ടിമറിയെല്ലാം ഇവിടെ ചെയ്തതെന്നാണ്. വോട്ടിംഗ് അട്ടിമറിക്കൽ സ്വതവേ ശീലമാക്കിയ BJP, ജനാധിപത്യം വേണ്ട എന്ന് വാദിക്കുന്ന RSS, അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള ശ്രമത്തിൽ മുന്നിട്ടിറങ്ങിയ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതിൻ്റെ ഏറ്റവും നല്ല ഒരു പോരാളിയായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയുടെ മാസങ്ങൾ നീണ്ടുനിന്ന, കഴിഞ്ഞ കൊല്ലം ഏപ്രിലായിരുന്ന വോട്ടിംഗ് മാസങ്ങൾ നീണ്ടുനിന്ന വളരെ സജീവമായ, എന്നാൽ അണ്ടർ ദ ടേബിൾ എന്ന് പറയാവുന്ന രഹസ്യമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ഇവിടുത്തെ വോട്ടർ പട്ടിക അട്ടിമറിക്കപ്പെട്ടത്. എത്ര പണം അതിനു വേണ്ടി ഒഴുകിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ പണം ഏതാണെന്നും ആർക്കും പറയാൻ പറ്റില്ല. BJPക്ക് വേണ്ടി പണം ഒഴുകുന്നത് നാനാഭാഗത്തു നിന്നുമാണ്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കള്ളപ്പണം ഇഷ്ടംപോലെ ഒഴുകിയിട്ടുണ്ട്. കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ പിടികളിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളെ മോചിപ്പിക്കണമെന്നുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് CPI ആവർത്തിക്കുന്നു.